ഹലോ, വെൽക്കം ടു ISC അക്കൗണ്ട് സ്റ്റഡി കോർണർ മലയാളം. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണ്. ഇതും ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ വീഡിയോ തന്നെയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക്കാണ് റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദി ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനകത്തിലെ സെക്കൻഡ് ടോപ്പിക്കാണ്. ഇനി നമുക്ക് ഓരോ റൂൾസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് റൂൾ എന്ന് പറയുമ്പം പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പം പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻ ദി ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഹൗ ദ പാർട്ട്നേഴ്സ് ഷെയർ ദ പ്രോഫിറ്റ്സ്, അതാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല, അവർ ഒരു എഗ്രിമെൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വൽ ആയിരിക്കും. അവർ ഈക്വൽ ആയിട്ടായിരിക്കും പ്രോഫിറ്റ് ഷെയറിംഗ് നടത്തുന്നത്. എത്ര പ്രോഫിറ്റ് ഉണ്ടെങ്കിലും എത്ര ലോസ് ഉണ്ടെങ്കിലും അവർ ഈക്വൽ ആയിട്ടായിരിക്കും എല്ലാ പാർട്ട്നേഴ്സും അത് വീതിച്ചെടുക്കുന്നത്. ഇപ്പോൾ 2 പാർട്ട്നേഴ്സ് ആണെങ്കിൽ 2 ആയിട്ട് അത് വീതിച്ചെടുക്കും. ഇപ്പോൾ 3 ആണെങ്കിൽ 3 ആയിട്ട്, അങ്ങനെ. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചാർജ് ചെയ്യത്തില്ല. നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഷാൽ ബി അലൗഡ്. ഒരു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ചാർജ് ചെയ്യത്തില്ല. അവർ എത്ര ക്യാപിറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിലും പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടാവില്ല. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഉണ്ടാവില്ല. നോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വിൽ ബി ചാർജ്ഡ്. ദെൻ സാലറി, നോ പാർട്ട്ണർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് എനി സാലറി ഓർ കമ്മീഷനും കിട്ടത്തില്ല, സാലറി കിട്ടില്ല ഒരു പാർട്ട്ണറിന്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ലോൺ. എ പാർട്ട്നേഴ്സ് ലോൺ ടു ദി ഫേം. ഒരു പാർട്ട്ണർ ഫേമിന് ലോൺ കൊടുത്തിട്ടുണ്ട്, അത് അങ്ങനെ ആണെങ്കിൽ, അതായത് ഒരു പാർട്ട്ണർ ഫേമിന് ലോൺ കൊടുക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ആ ലോണിന് 6% പെർ ആനം ഇൻട്രസ്റ്റ് അലോ ചെയ്യും. ഫേമിന് പാർട്ട്ണറാണ് നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ 6% പെർ ആനം ഇൻട്രസ്റ്റ് ഓൺ ലോൺ പ്രൊവൈഡ് ചെയ്യും. പിന്നെ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ. ഒരു പുതിയ പാർട്ട്ണറിന്റെ അഡ്മിഷനെ സംബന്ധിച്ചാവുമ്പോൾ വിതൗട്ട് ദ കൺസെന്റ് ഓഫ് ഓൾ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് നോ ന്യൂ പാർട്ട്ണർ ക്യാൻ ബി അഡ്മിറ്റഡ്. എല്ലാ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന്റെയും സമ്മതമില്ലാതെ ഒരു പാർട്ട്ണറിനെയും ന്യൂ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഓക്കെയാണ്, എല്ലാ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിനും ഓക്കെ ആണെങ്കിൽ മാത്രമേ പുതിയൊരു പാർട്ട്ണറിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ആണ്. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. ഇത് നമ്മൾ സാധാരണ ടി അക്കൗണ്ട് വരയ്ക്കുന്ന മാതിരി ഡെബിറ്റും ക്രെഡിറ്റും രണ്ടാക്കി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എഴുതേണ്ടത് ഫോർ ദി ഇയർ എൻഡഡ് ആണ്. സിൻസ് ഇറ്റ് ഈസ് ആൻ അക്കൗണ്ട്, നമ്മൾ ഫോർ ദി ഇയർ എൻഡഡ് എന്ന് വേണം കൊടുക്കാൻ. ഇനി ഡെബിറ്റ് സൈഡിൽ വരുന്നതും ക്രെഡിറ്റ് സൈഡ് വന്നിരുന്നതായിട്ടുള്ള ഓരോ സാധനങ്ങൾ നമുക്ക് നോക്കാം, ഓരോ ഐറ്റംസ്. ക്രെഡിറ്റ് സൈഡിൽ ആദ്യം നമുക്ക് നോക്കാം. ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് ഫസ്റ്റ് എഴുതേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മളൊരു കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് ശേഷം ആ വരുന്ന നെറ്റ് പ്രോഫിറ്റ് ആണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലിട്ട് നമ്മൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്, പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ നമ്മൾ ആദ്യം എടുക്കേണ്ടതെന്ന് വെച്ചാൽ ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ഫ്രം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ആ ഒരു ബാലൻസ് ആണ് നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ബാലൻസ് വന്ന നെറ്റ് പ്രോഫിറ്റ് ആണ് ആദ്യം നമ്മൾ എഴുതുന്നത് ക്രെഡിറ്റ് സൈഡിൽ ബൈ ആയിട്ട്. സെക്കൻഡ് തിങ് ഉള്ളത് ബൈ വെച്ച് വരുന്ന ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഈ 2 ഐറ്റംസ് മാത്രമാണ് ക്രെഡിറ്റ് സൈഡിൽ വരാനായിട്ടുള്ളത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ആരാണോ ഡ്രോയിങ്സ് എടുത്തിട്ടുള്ളത് അവർക്കുള്ള ഇൻട്രസ്റ്റ് മാത്രമേ വരത്തുള്ളൂ. ഇനി ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ടു സാലറീസ് ഓഫ് പാർട്ട്നേഴ്സ്. ആദ്യം സാലറി ഉണ്ടെങ്കിൽ സാലറി എഴുതണം, പിന്നെ കമ്മീഷൻ ഓഫ് ദി പാർട്ട്ണർ എഴുതണം, പിന്നെ ടു ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതിൻ്റെ പാർട്ട്നേഴ്സ് ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എഴുതണം. എന്ന് കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് പാർട്ട്ണർ, ബിന്ന് കൊടുത്തിരിക്കുന്ന സെക്കൻഡ് പാർട്ട്ണർ, എത്ര പാർട്ട്നേഴ്സ് ഉണ്ടല്ലോ അവരുടെ എല്ലാം എഴുതണം. ഇനി ടു റിസർവ് ഉണ്ടെങ്കിൽ അത് എഴുതണം. പിന്നെ ഇത്രയാണ് ഡെബിറ്റ് സൈഡ് വരുന്നത്. ഇനി ഇത് രണ്ടിനും ടോട്ടൽ എടുക്കുന്നത് നമ്മൾ, എന്നിട്ട് സാധാരണ നമ്മൾ ബാലൻസ് ചെയ്യുന്ന പോലെ ക്രെഡിറ്റ് സൈഡിലാണ് കൂടി നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡിലോട്ട് അതിൻ്റെ ബാലൻസ് എടുത്ത് ടു പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു എന്നെഴുതിയിട്ട് നമ്മൾ എഴുതുന്നു. എന്നിട്ട് അതവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ രണ്ടുപേർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അതവരെ പോകുന്നത് ഈ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട്, ഈസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഇപ്പം ജസ്റ്റ് മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ, ഏതൊക്കെ ഐറ്റംസ് ആണ് ക്രെഡിറ്റ് സൈഡിലും ഏതൊക്കെ ഐറ്റംസ് ആണ് ഡെബിറ്റ് സൈഡിലും വരുന്നത്. ഇനി ജേർണൽ എൻട്രീസ് ഉണ്ട്, അതപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. പിന്നെ ജേർണൽ എൻട്രീസും കൂടി പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബേസിക്സ് എല്ലാം ഒരുമാതിരി കഴിയും. ഇനി നമുക്ക് പതിയെ പ്രോബ്ലത്തിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.